ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ്. ജ്വല്ലറിന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓൺലി എൻ്റെ ചോക്കർ കളക്ഷനാണ്. അതായത് ബോത്ത് എന്താ പറയുക, ഓക്സിഡൈസ്ഡും അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡുള്ള ജ്വല്ലറീസ് ഒത്തിരി ചോക്കേഴ്സ് ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇത് മിക്കവാറും പാർട്ട് 1 ആയിട്ട് കാണിക്കാൻ പറ്റുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത് ഇത് ഓൾമോസ്റ്റ് ഒരു 350 380 എന്തോ ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ കൂടെ കമ്മലും മോതിരവും വരുന്ന ഒരു സെറ്റാണ്. ഇത് ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ വാങ്ങിയതാണ്. അതാ ഇവിടെ ഒരു മിറർ ഉണ്ട്, അതാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വിരിഞ്ഞ് കിടക്കുന്നൊരു സെറ്റാണ്. നിങ്ങൾക്ക് ഇതൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് മാല, അല്ലെങ്കിൽ ഫസ്റ്റ് ചോക്കർ. ഇനി ഓക്കെ, സെക്കൻഡ് വൺ നിങ്ങൾ അത്യാവശ്യം കണ്ടിട്ടുണ്ടാകും, ഫേമസ് ആയിട്ട്. അതായത് മഞ്ജു വാര്യർ ഇട്ട് ട്രെൻഡിങ് ആയ ഒരു ചോക്കറാണ്. പക്ഷേ ഈ മാല ഞാൻ ആ ട്രെൻഡൊക്കെ വരുന്നതിന് മുൻപ് വാങ്ങിയതാണ്. അതായത് ബാക്ക് ഇൻ ഡിസംബർ ടൈമിൽ, നവംബറിലോ ഡിസംബറിലോ എന്തോ ഞാൻ വാങ്ങിയ ചോക്കറാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ചോക്കറാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും നിങ്ങൾക്കിത് നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ ടൈനി ബട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസാണിത്. ഇതിൻ്റെ കൂടെ ഒരു ഇയറിങ്ങും വരുന്നത്, ഒരു കുട്ടി സ്റ്റഡ് ഇയറിങ്. ഞാൻ ഇങ്ങനത്തെ സ്റ്റഡ്സ് പൊതുവേ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഹാങ്ങിങ്സാണ് കൂടുതലിഷ്ടം, അല്ലെങ്കിൽ സ്റ്റഡ്സ് ആണെങ്കിൽ ഭയങ്കര ചെറുതായിട്ടുള്ളത് എനിക്കിഷ്ടം. കമ്മിങ് ടു വൺ ഓഫ് മൈ ഏറ്റവും ഫേവറേറ്റ് ഞാൻ കാണിച്ചിട്ടില്ല, ഞാനത് വേറൊന്നും കാണിച്ചില്ല. ഇന്നലെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഞാനത് ഇതും ഇട്ടിട്ടില്ല, അതുവരെ ടാഗൊക്കെ കിടക്കണ്ടെങ്കിൽ ഞാൻ ഇതുമ്പോൾ നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ചേരും. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഇത് സൂപ്പറായി ചേരും. ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാറ്. ഇങ്ങനെ ഇരിക്കും. സോ ഇതും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയില്ലാണ്ട് നമുക്ക് വാങ്ങിക്കില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാൽ. ഞാനെന്താ ഇവിടെ നോക്കുന്നതിന് നിങ്ങൾ കരുതണമെങ്കിൽ അവിടെയാണ് ഒരു മിററുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ചെയ്യുന്നില്ല. അതാ ഇങ്ങനെ എനിക്ക് ഈ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എലിഫൻസുള്ള ഈ ഒരു ചോക്കർ. ഇനിയുള്ളത് ഈ പെട്ടി മൊത്തം എല്ലാ സാധനങ്ങളാണ്. ഇത് ഈ ഒരു പെട്ടിയല്ല, ഇനിയും കുറച്ചധികം പെട്ടികളുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാണ് അടുത്ത റീസെൻറ്റ് പർച്ചേസ്. ഈ മാല എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് നോക്കി, ഹൗ പ്രിറ്റി. എനിക്ക് ആക്ച്വലി ഒരു ജ്വല്ലറി ബിസിനസ് തുടങ്ങുന്നത് ഭയങ്കരമായിട്ട്, കാരണം എനിക്ക് യുണീക്കായിട്ടുള്ള ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി ഇവൻച്വലി ഞാൻ ചെയ്തിരിക്കും, ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു പ്ലാനിങ്ങിലാണ് തുടങ്ങിയതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. മര്യാദയ്ക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയായി കൊണ്ടുപോകാമായിരുന്നു. ഓക്കെ, ഭയങ്കര പ്രത്യേകമായിട്ട് ഒരു നിങ്ങൾക്കൊരു സാരി സെറ്റ് മുന്നിൻ്റെ കൂടിയിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ദാവടിയുടെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോനെ പൊളിയായിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ കൂടെയും കമ്മൽ വരുന്നുണ്ട്. ഈ ആദ്യത്തെ മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ടുള്ള നെക്ലസും പിന്നെ ആനയുടെ നെക്ലസൊക്കെ ഞാൻ എറണാകുളത്തുള്ള ഉർവശി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് എന്താ പറയുക നെക്ലസുകൾ കിട്ടിയത്. പിന്നെ ഉള്ളത് ഈ സെറ്റിൽ ഇതെൻ്റെ ഒരു കാലത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സും പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ മതി, പക്ഷെ ട്രെൻഡിങ് ആയിട്ട് നിന്ന ചോക്കറാണ്. ഇത് ലക്ഷ്മി കോയിൻ, ദാറ്റ് ടു ഡബിൾ ലെയർ കേട്ടോ. ഇങ്ങനെ സോറി, അപ്പം ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ വീണതൊരു പാക്കറ്റ് മാത്രം കമ്മൽ, ഒരു കുഞ്ഞു കമ്മലുള്ളത്.
How pretty. ഇത് നല്ല വിരിഞ്ഞ് കിടക്കുന്ന ഒരു മാലയാണ് ലക്ഷ്മി കോണിൻ്റെ. പിന്നെ ഉള്ളത് കുറേ പാദസരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പാദസരങ്ങൾ, ഇതും പാദസരം, ഇതും പാദസരം. ഇതൊക്കെ ഞാൻ എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതാണ്. പിന്നെ അടുത്ത ഭയങ്കര ഇഷ്ടമുള്ള യുണീക്കായിട്ടുള്ളൊരു മാലയാണ്. പക്ഷേ ഞാൻ മേടിച്ചൊരു പൊട്ടിയാണ്. ഇത് ഞങ്ങളെ കുറച്ചിടയ്ക്ക് ട്രാവൽ ചെയ്തപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരണം. അതങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് വെച്ചേക്കണം. ഇങ്ങനെ നല്ല ഇറങ്ങി കിടക്കുന്ന നെക്കിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഞാനിതിന് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇതും ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു പീസ്. എനിക്ക് യുണീക്കായിട്ടുള്ള ജ്വല്ലറീസിനോട് വല്ലാത്തൊരു കമ്പാണ്. എപ്പോഴും കാണുന്ന ടൈപ്പിനോട് അത്ര ഒരു ഇതില്ല, എന്നാലും യുണീക്കാണെങ്കിൽ ഞാനത് വാങ്ങിച്ചിരിക്കും. പിന്നെ ഇതൊരു സിമ്പിളായിട്ട്, ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുൻപ്, അല്ല 3 വർഷമല്ല 2 വർഷം മുൻപ് വാങ്ങിച്ച ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോക്കറാണ്. ദിസ് ലുക്സ് വെരി പ്രിറ്റി ആൻഡ് വെരി എലഗൻറ്റ്. നിങ്ങൾക്ക് ഇതും ഒരു ഇൻഡോ വെസ്റ്റേൺ അല്ല പറയാൻ പറ്റും. ചില റെയർ ചുരിദാഴ്സിൻ്റെ കൂടെ ഇത് ഇതിനെല്ലാം ഞാൻ കാണിച്ച എല്ലാ സെറ്റിനും കമ്മലുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ ബൈ.